എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എന്തൊക്കെയാ ഈ കൊച്ചു ഫുട്ബോൾ ലോകത്ത് നടക്കുന്നേ? സമാധാനമായിട്ട് ഒരു ഫാൻ ഫൈറ്റ് പോലും നടത്താനുള്ള ഓപ്ഷൻ ഇല്ല. അണ്ണൻ ഹാട്രിക് അടിക്കുമ്പോൾ മെസ്സി 6 ഗോൾ കോൺട്രിബ്യൂഷൻ. വാട്ട് ഈസ് ദിസ്? ഒരു റെസ്പെക്റ്റ് ഒക്കെ വേണ്ടേ? 5 അസിസ്റ്റ് 1 ഗോൾ, എന്തുവാ ഇത്? ആൻഡ് ഓഫ് കോഴ്സ് ന്യൂ അപ്ഡേഷൻ കിട്ടിയ എർലിംഗ് ഹാലൻഡ് വോൾസിനെതിരെ 4 ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിന്റെ ടോപ്പ് സ്കോറർ ആരാവുന്ന് ചോദിക്കൊന്നും വേണ്ട. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി തോൽക്കുന്ന് വിചാരിച്ച് നിൽക്കുന്ന ആഴ്സണൽ ഫാൻസ്, എക്സ്പെക്ടേഷൻ കിൽസ്. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. ഇറ്റ്സ് ഓവർ ഫോർ യു. ഓക്കെ, മേ ബി ഇനി സിറ്റി എങ്ങാനും ഒരു ഡ്രോ ആയ അത് മാത്രമാണ് പ്രതീക്ഷ. പക്ഷെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. യു ബോട്ടിൽഡ് ഇറ്റ് അഗെയിൻ. 2 FCB ക്ലബ്ബുകളും തോറ്റു. അതുപോലെ റിയൽ മദ്രിദ് ഒഫീഷ്യലി ലാലിഗ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് അതിനു മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ISL ഫൈനൽ ഏകദേശം 62,000-ഓളം ഫാൻസിന് മുന്നിൽ വെച്ച്, ATK മോഹൻകുമാർ സൂപ്പർ ജയൻസിന്റെ ഫാൻസിന് മുന്നിൽ വെച്ച് മുംബൈ മണി സിറ്റി 3-1 അവരെ പരാജയപ്പെടുത്തി കപ്പടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ദിമി പെട്രാറ്റോസ്, ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിട്ട് നമ്മുടെ സ്വന്തം, ഇനി മുതൽ നമ്മുടെ സ്വന്തമാവോ എന്നറിയില്ല, ബട്ട് ഡയമണ്ട് താക്കോസ്, ഗോൾ കീപ്പർ ആയിട്ട് മുംബൈയുടെ ലച്ചൻപ, എമേജിംഗ് പ്ലെയർ ആയിട്ട് മുംബൈയുടെ തന്നെ വിക്രം പ്രതാപ് സിംഗ്. നമ്മുടെ വിപിന് കിട്ടേണ്ട അവാർഡാ. നമ്മുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒന്നും മര്യാദക്ക് കളിച്ച് നമ്മളും ISLന്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയും വർഷങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ആദ്യമായിട്ടാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ഗോൾഡൻ ബൂട്ടൊക്കെ നേടുന്നുണ്ട്. ആൻഡ് നമ്മുടെ മാനേജ്മെന്റിന്റെ മിടുക്ക് കൊണ്ട് ആ ഒരു പ്ലെയർ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ആവോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ വരെ ഡൗട്ടാണ്. മസ്റ്റ് ബി നൈസ് മാൻ, മസ്റ്റ് ബി നൈസ്. ശാങ്തെ കറന്റ്ലി ആള് ട്രെൻഡിങ് ആണ്. കാരണം ഇത്രക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പ്ലെയർ സുനിൽ ഛേത്രിക്ക് ശേഷം നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എഗെയിൻ 10 ഗോള് 6 അസിസ്റ്റ് ഈ ഒരു സീസണിലും. ദ തിങ് ഈസ് റൈറ്റ്, ആള് പെനാൾട്ടി കുറെ മിസ്സാക്കിയിട്ടുണ്ട്, കുറെ ചാൻസസ് മിസ്സാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയും നല്ലൊരു റെക്കോർഡ് ആക്കുന്നുണ്ട്. ആള് ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. വേറെ ലെവൽ ഫോറിൻ പ്ലേയേഴ്സിന്റെ സ്റ്റാറ്റ്സിന് ഈക്വൽ ആക്കാൻ ആളെ കൊണ്ട് കഴിയും. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. കുറെ ആൾക്കാരുണ്ട് 10 വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും വിർജിൻസ് ആന്ന് പറഞ്ഞൊക്കെ കളിയാക്കുന്നുണ്ട്. ബ്രോ, ഇവിടെ 10-22 വർഷമായി ഇപ്പോഴും വിർജിനാ? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഇറ്റ്സ് ഫൈൻ. ഞങ്ങളൊക്കെ ആ ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾക്ക് ഇത്ര കുഴപ്പം? നെക്സ്റ്റ് അപ്പ്, അണ്ണൻ വേഴ്സസ് മെസ്സി ഷോ ഡൗൺ. അണ്ണൻ ഹാട്രിക് അടിച്ചപ്പോൾ മെസ്സി 6 ഗോൾ കോൺട്രിബ്യൂഷൻ. സംഭവം ഞാൻ അൽ നാസറിന്റെ മാച്ച് സെക്കൻഡ് ഹാഫിന് ശേഷം കണ്ടിട്ടില്ല. ഇന്റർ മിയാമിക്ക് മാച്ച് ഉള്ളത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ബട്ട് ഇവർ രണ്ടാളും സ്റ്റാറ്റ്സിൽ വരുമ്പോൾ കാണാൻ നല്ല രസമാണ്. അതിപ്പോ ഇവർ വന്ന് ISLൽ ഹാട്രിക് അടിച്ചാലും അസിസ്റ്റ് കൊടുത്താലും ഞാൻ ഹൈപ്പ് കൊടുക്കും. പറ്റുന്നോല് കണ്ടാ മതി. ഓക്കെ, കണ്ടം ലീഗ ബുർഗിർ ലീഗ എന്നൊന്നും പറഞ്ഞ് വരണ്ട. ഗോള അസിസ്റ്റാ. പക്ഷെ ആ ഒരു ഹൈപ്പ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ അല്ലെങ്കിൽ ടോപ്പ് ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ മേലേക്കുള്ള ഹൈപ്പ് കൊടുക്കാതിരുന്നാൽ മതി. സെയിം റിസൾട്ട് ഉണ്ടാക്കുന്ന പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ ബാക്കിയൊന്നും കുഴപ്പമില്ല. CR7ന്റെ ഈ സീസണിലെ 4th ഹാട്രിക്. 2023-24 സീസണിൽ മാത്രം 52 ഗോളുകൾ. ലിയോ മെസ്സി MLS-ലെ അസിസ്റ്റ് ആൻഡ് ഗോൾ കോൺട്രിബ്യൂഷൻ റെക്കോർഡ്സ് ഒരൊറ്റ മാച്ചിൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. 5 അസിസ്റ്റ് 6 ഗോൾ കോൺട്രിബ്യൂഷൻ. സുവാരസ് ഹാട്രിക് അടിച്ചു. ഗൈസ്, സംഭവം ശരിയാ, MLS സൗദി. ബട്ട് ഈ പ്ലേയേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ നല്ല രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രസമാണ് കാണാൻ. അൽ നാസറിന്റെ കേസിലെ നോ ഹൈപ്പ്. ഓക്കെ, അൽ ഹിലാലിനെതിരെ ഇതുപോലെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് വരെ നോ ഹൈപ്പ്. CR7 ആ ഒരു 1000 ഗോൾ മാർക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 900-ന് 10 ഗോൾ എന്തോ മതി എന്ന് തോന്നുന്നു. നൈസ്. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങളെ പറ്റിയിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.